കേൾക്കുന്നത് ഒരു വ്യത്യസ്തനായ സ്ട്രൈക്കറെ കുറിച്ചാണ്. 20ഓളം വർഷത്തെ തന്റെ ഫുട്ബോൾ കരിയറിൽ ഒരു മത്സരമോ ഗോളോ നേടാത്ത ഒരു സ്ട്രൈക്കർ. ഒരു സംശയവും വേണ്ട, ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫ്രോഡായിരുന്നു കാർലോസ് കൈസർ എന്ന ബ്രസീലിയൻ സ്ട്രൈക്കർ. ബ്രസീലിയൻ ക്ലബായ ബൊട്ടഫോഗോയിൽ തന്റെ യൂത്ത് കരിയർ ആരംഭിച്ച കൈസർ പിന്നീട് ഫ്ലമെങ്കോയിൽ ചേർന്നു. ശേഷം മെക്സിക്കൻ ക്ലബായ പ്യൂബ്ലയിലും. പക്ഷേ വളരെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു മത്സരവും പോലും കളിക്കാതെ ക്ലബ്ബ് വിട്ടു. കാർലോസ് കൈസർ എന്ന ഒരു ഫ്രോഡ് ഫുട്ബോളറുടെ തുടക്കമായിരുന്നു അവിടെ. ഒരു മികച്ച ഫുട്ബോളറാകാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുവേണ്ടി കളിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. 1981 ബൊട്ടഫോഗോയിൽ തിരിച്ചെത്തിയ അദ്ദേഹം പ്രശസ്ത ഫുട്ബോൾ താരങ്ങളായ കാർലോസ് ആൽബർട്ടോ ടോറസ്, റിക്കാർഡോ റോക്ക, റെനാട്ടോ ഗൗച്ചോ തുടങ്ങിയ കളിക്കാരുമായി സൗഹൃദത്തിലായി. പക്ഷേ കൈസറിന്റെ ഉദ്ദേശം വെറും പബ്ലിസിറ്റി മാത്രമായിരുന്നു. ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടാൽ ആരും അദ്ദേഹത്തെ ഒരു മികച്ച കളിക്കാരൻ എന്നേ പറയൂ. പക്ഷേ സ്കില്ലുകൾ കാഴ്ചവെക്കാനുള്ള മികവ് വളരെ കുറവായിരുന്നു. ടീമുകളുമായി ഷോർട്ട് കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യുക, പരിക്ക് പറ്റിയതായി അഭിനയിക്കുക തുടങ്ങിയതെല്ലാം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ര പുതുമയുള്ള കാര്യമായിരുന്നില്ല. ടെക്നോളജി അന്ന് അത്രത്തോളം വളർന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ തന്റെ ഇഞ്ചുറികളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ആളുകൾക്ക് സാധിച്ചിരുന്നില്ല. പരിക്ക് പറ്റിയതായി അദ്ദേഹം അഭിനയിച്ചിരുന്നത് ക്ലബിൽ നിന്നും കളിക്കാതെ സാലറി കൈപ്പറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു. ഫ്ലമെങ്കോ, ഫ്ലൂമിനൻസ്, വസ്കോഡഗാമ ഉൾപ്പെടെയുള്ള 10ഓളം ക്ലബ്ബുകളിൽ അദ്ദേഹം ചേർന്നു. പക്ഷേ ഈ ഓരോ ക്ലബിലും കൈസർ തട്ടിപ്പ് നടത്തി. അന്ന് വളരെ അപൂർവമായി ആളുകൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഫേക്ക് ഇംഗ്ലീഷ് സംഭാഷണങ്ങൾ നടത്തിയിരുന്നു. മറ്റു ക്ലബ്ബുകളിൽ നിന്നുമുള്ള ഓഫർ അദ്ദേഹം നിഷേധിക്കുന്നതായിട്ടുള്ള സംഭാഷണങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഈ സംഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് അദ്ദേഹത്തെ കൂടുതൽ സമയം നിലനിർത്താൻ ശ്രമിച്ചു. വാസ്തവത്തിൽ അത് തന്നെയായിരുന്നു കൈസറിന്റെ ഉദ്ദേശവും. ഇനി അദ്ദേഹം ഒരു മോശം കളിക്കാരനാണെന്ന് മറ്റു ക്ലബ്ബുകൾ അറിയുമ്പോൾ ആ ക്ലബ്ബുകൾ അദ്ദേഹത്തെ വേടിക്കാൻ മടി കാട്ടേണ്ടതല്ലേ എന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അവിടെയാണ് കൈസറിന്റെ തന്ത്രപരമായ കളികൾ. കൈസർ തന്നെ പൊക്കി പറയാനും പ്രശസ്തനാക്കാനും ഒരു പറ്റം ജേർണലിസ്റ്റുകളെയും ഫാൻസിനെയും പണം നൽകി ഏർപ്പാടാക്കും. 80കളെ സംബന്ധിച്ചിടത്തോളം ഒരു കളിക്കാരനെ കുറിച്ച് നല്ല വാർത്തകൾ വരുമ്പോൾ വിശ്വസിക്കുകയല്ലാതെ മറ്റെന്താണ് മാർഗം? കൈസർ ചെയ്ത സ്കാമുകൾ ഒരുപാടായിരുന്നു. താൻ അർജന്റീൻ ക്ലബായ ഇൻഡിപെൻഡന്റിയയിലും ടാലറസ് ഡി കൊർഡോബയിലും കളിച്ചിരുന്നു എന്നും 1984 ഇന്റർ കോണ്ടിനെന്റൽ കപ്പും കോപ്പ ലിബർട്ടഡോറസും നേടിയ ഇൻഡിപെൻഡന്റിയയുടെ സ്ക്വാഡിൽ ഉൾപ്പെട്ടിരുന്നു എന്നും വെളിപ്പെടുത്തി. 1986 അദ്ദേഹം ഫ്രഞ്ച് സെക്കൻഡ് ഡിവിഷൻ ക്ലബായ അജാസിയോയിൽ ചേർന്നു. ക്ലബ്ബാകട്ടെ അദ്ദേഹത്തിന് ഒരു ട്രെയിനിങ് സെഷനും പ്രസന്റേഷനും ഏർപ്പെടുത്തി. പക്ഷേ അദ്ദേഹം അതിൽ നിന്നും അതിവിദഗ്ധമായി ഊരിപ്പോന്നു. തന്റെ കളി മികവിനെ കുറിച്ച് ആളുകൾ അറിഞ്ഞാലോ എന്ന് ഭയന്ന് അദ്ദേഹം അവിടെയുള്ള പന്തുകളെല്ലാം തന്നെ കാണികൾക്ക് നേരെ അടിച്ചു. ഒപ്പം തന്നെ ക്ലബിന്റെ ബാഡ്ജിൽ ചുംബിക്കുകയും ചെയ്തു. 1989 കൈസർ ബ്രസീലിയൻ ക്ലബായ ബാങ്കുവിലെത്തി. ഒരിക്കൽ കൂടി അദ്ദേഹം തനിക്ക് പരിക്ക് പറ്റിയതായി അഭിനയിച്ചു. അങ്ങനെ വെറും ഫിസിക്കൽ ട്രെയിനിങ്ങിൽ മാത്രമായിരുന്നു അദ്ദേഹം പങ്കെടുത്തിരുന്നത്. ആഴ്ചകൾക്ക് ശേഷം മാനേജർ അദ്ദേഹത്തെ കളിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആ മത്സരത്തിൽ നിന്നും ഒഴിവാകാൻ അദ്ദേഹം അടുത്ത അടവ് പുറത്തെടുത്തു. കളിക്കാരെ കളിയാക്കിക്കൊണ്ട് ഒരു പറ്റം ആളുകൾ സ്റ്റേഡിയത്തിൽ നിന്നിരുന്നു. കൈസർ അവരുടെ അടുത്തെത്തിയ ശേഷം കയ്യാങ്കളിയിൽ ഏർപ്പെട്ടു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ റഫറി അദ്ദേഹത്തിന് ചുവപ്പ് കാർഡ് നൽകുകയും മത്സരം തുടങ്ങുന്നതിനു മുൻപ് തന്നെ പുറത്താകുകയും ചെയ്തു. ഇതുപോലുള്ള നിരവധി ഫ്രോഡ് കാര്യങ്ങളാണ് കാർലോസ് കൈസർ എന്ന ഫുട്ബോളർ ചെയ്തു കൂട്ടിയത്. 10ഓളം ക്ലബ്ബുകളിൽ ഒരു മത്സരമോ ഗോളോ നേടാതെ 20 വർഷത്തോളം ഒരു കളിക്കാരൻ നിലനിന്നു എന്ന് പറഞ്ഞാൽ പലപ്പോഴും വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ കൈസറിനെ സംബന്ധിച്ചിടത്തോളം തട്ടിപ്പ് എന്നത് ഒരു പുതുമയുള്ള കാര്യമായിരുന്നില്ല. മാത്രമല്ല താൻ നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഇംഗ്ലീഷ് മാധ്യമം കാർലോസ് കൈസറിനെ കുറിച്ച് 2016 ഒരു ഫിലിം ബേസ്ഡ് ഡോക്യുമെന്ററി പുറത്തിറക്കി. ആ ഡോക്യുമെന്ററിയുടെ പേര് ഇങ്ങനെയായിരുന്നു: കൈസർ, ദ ഗ്രേറ്റസ്റ്റ് ഫുട്ബോളർ നെവർ ടു പ്ലേ ഫുട്ബോൾ എന്ന്.